ഉറുദു ടീച്ചേഴ്സ് അക്കാദമിക് കൗൺസിൽ ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗ് അവതരിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന ക്വിസ്, സഹായക ചോദ്യങ്ങളും ഉത്തരങ്ങളും. हिंदुस्तान की पहली जंगे आजादी किस साल में हुई? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം सन 1857 ईस्वी. हिंदुस्तान का आखिरी मुगल बादशाह जो उर्दू का मशहूर शायर भी था, वो कौन है? പ്രശസ്ത ഉറുദു കവി കൂടിയായ ഇന്ത്യയുടെ അവസാന മുഗൾ ചക്രവർത്തി बहादुर शाह जफर. सारे जहां से अच्छा ये एक उर्दू नज्म है. इसका नाम है तरानाए हिंदी. ये किसने लिखी? തരാനായി ഹിന്ദി എന്നു പേരുള്ള സാരേ ജഹാൻ സെ അച്ഛ എന്ന കവിത എഴുതിയത് डॉक्टर सर अल्लामा मोहम्मद इकबाल. आजाद हिंद फौज इंडियन नेशनल आर्मी किसने कायम की? ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാര്? सुभाष चंद्र बोस. ഇൻഖലാബ് ജിന്ദാബാദ്. इनकलाब जिंदाबाद ये एक उर्दू नारा है जो जंगे आज़ादी में पूरे मुल्क में धूम मचाया था. ये पहली बार किसने इस्तेमाल किया? സ്വാതന്ത്ര്യ സമരത്തിൽ മുഴങ്ങിക്കേട്ട ഇൻഖലാബ് ജിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉറുദുവിലാണ്. ഇത് ആദ്യമായി ഉപയോഗിച്ചതാരാണ്? भगत सिंह. करो या मरो ये किसका मशहूर नारा है? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രസിദ്ധ മുദ്രാവാക്യം ആരുടേതാണ്? महात्मा गांधी. बेगम हजरत महल पहली जंगे आजादी में लखनऊ का सिपहसालार थी. इसी तरह रानी लक्ष्मीबाई कहाँ का सिपहसालार थी? ആദ്യ സ്വാതന്ത്ര്യ സമരത്തിൽ ബേഗം ഹസ്രത്ത് മഹൽ ലഖ്നൌവിലെ സേനാനായികയായിരുന്നു. അതുപോലെ റാണി ലക്ഷ്മിഭായ് സേനാനായിക ആയിരുന്നത് എവിടെ? झांसी. हिंदुस्तान छोड़ो दिन क्विट इंडिया डे कब है? ക്വിറ്റ് ഇന്ത്യ ദിനം എപ്പോൾ? 9 अगस्त. हिंदुस्तान का पहला वजीर आजम कौन है? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? जवाहरलाल नेहरू. अलीगढ़ मुस्लिम यूनिवर्सिटी का बानी कौन है? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? सर सैयद अहमद खान. अल हिलाल जंगे आजादी के दौरान शाये किया गया एक उर्दू अखबार था. ये अखबार किसने जारी किया? സ്വാതന്ത്ര്യ സമര സമയത്ത് പ്രസിദ്ധീകരിച്ച ഉറുദു പത്രമാണ് അൽ ഹിലാൽ. ഇതാരാണ് പ്രസിദ്ധീകരിച്ചത്? मौलाना अबुल कलाम आजाद. शेर मैसूर के नाम से कौन जाना जाता है? മൈസൂർ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നതാരാണ്? टीपू सुल्तान. हिंदुस्तान का बाबाए कौम कौन है? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? महात्मा गांधी. मलबार बगावत किस साल में हुई? മലബാർ കലാപം നടന്നത് ഏത് വർഷം? सन 1921 ईस्वी. जन गण मन हिंदुस्तान का कौमी तराना है. ये किसने लिखा? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. ഇത് രചിച്ചതാര്? रविंद्रनाथ टैगोर. हिंदुस्तान के कौमी झंडे के रंग कितने हैं? ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് എത്ര നിറങ്ങളാണുള്ളത്? 3. पुर्तगालियों के खिलाफ केरला में लिखी गई एक मशहूर किताब है तोहफतुल मुजाहिदीन. ये किसने लिखी? പോർച്ചുഗീസുകാർക്കെതിരെ കേരളത്തിൽ എഴുതപ്പെട്ട ഒരു പ്രസിദ്ധ പുസ്തകമാണ് തൊഹഫത്തുൽ മുജാഹിദീൻ. ഇത് എഴുതിയതാര്? शेख मोहिद्दीन मखदूम.
केरला गांधी के नाम से मशहूर कौन है? കേരള ഗാന്ധി എന്ന പേരിൽ പ്രശസ്തനായ വ്യക്തി ആരാണ്? के केलप्पन। कुഞ്ഞാലി മരക്കാർ किस राजा का सिपहसालार थे? കുഞ്ഞാലി മരക്കാർ ഏത് രാജാവിന്റെ സേനാനായകനായിരുന്നു? सामूतिरि। गांधी जी को किसने सबसे पहले महात्मा के नाम से पुकारा? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര്? रविंद्रनाथ टैगोर। जय हिंद ये किसका नारा है? ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? सुभाष चंद्र बोस। गांधी जी को किसने सबसे पहले बाबाए कौम पुकारा? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചതാര്? सुभाष चंद्र बोस। पहली जंगे आजादी कहाँ से शुरू हुई? ആദ്യ സ്വാതന്ത്ര്യ സമരം എവിടെ നിന്നാണ് ആരംഭിച്ചത്? मेरठ। हिंदुस्तान के मिसाइल मैन के नाम से कौन मशहूर है? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിൽ പ്രശസ്തനായതാര്? APJ अब्दुल कलाम। केरला की नमक सत्याग्रह का लीडर कौन थे? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? के केलप्पन। तुम मुझे खून दो मैं तुम्हें आजादी दूंगा ये किसने कहा? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് പറഞ്ഞതാര്? सुभाष चंद्र बोस। गांधी जी की शहादत कब हुई? ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചത് എപ്പോൾ? 30 जनवरी सन 1948 ईस्वी। शेरे केरला के नाम से कौन मशहूर है? കേരള സിംഹം എന്ന പേരിൽ പ്രശസ്തനായതാരാണ്? पड़ेशी राजा। नमक सत्याग्रह कब शुरू हुई? ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എപ്പോൾ? 12 मार्च सन 1930 ईस्वी। हिंदुस्तान के पहले वजीर तालीम कौन थे? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? अबुल कलाम आजाद। साबरमती आश्रम कहाँ वाक़ई है? സബർമതി ആശ്രമം എവിടെയാണ്? गुजरात। अल हिलाल अखबार किसने जारी किया? അൽ ഹിലാൽ പത്രം ആരാണ് പ്രസിദ്ധീകരിച്ചത്? अबुल कलाम आजाद। हिंदुस्तान की राजधानी कहाँ है? ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? नई दिल्ली। महात्मा गांधी कहाँ पैदा हुए? മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെ? पोरबंदर। कौमी झंडा किसने तैयार किया? ദേശീയ പതാക ആരാണ് തയ്യാറാക്കിയത്? पिंगली वेंगैया। हिंदुस्तान का कौमी तराना किस जबान में लिखा गया है? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ്? बंगाली। आजाद हिंदुस्तान का पहला सदरे जमहूरिया कौन है? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? डॉक्टर राजेंद्र प्रसाद। कौमी यौमे तालीम किसके यौमे पैदाइश पर मनाया जाता है? ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? मौलाना अबुल कलाम आजाद। आजाद हिंद का पहला वजीर कानून कौन है? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി डॉक्टर BR अंबेडकर। हिंदुस्तान में गांधी जी की सबसे पहली सत्याग्रह कौन सी है? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം ഏതാണ്?
चंपारण सत्याग्रह। पहली जंगे आजादी में किसने सबसे पहले शहादत पाई? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി मंगल पांडे। आजादी मिलने से पहले हिंदुस्तान में किसकी हुकूमत थी? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നതാര്? अंग्रेजी। आईने हिंद का मैमार कौन है? ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? डॉक्टर BR अम्बेडकर। आजादी मेरा पैदाइशी हक है, मैं इसे लेकर ही रहूंगा, ये किसका कौल है? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഈ വാക്കുകൾ ആരുടേത്? बाल गंगाधर तिलक। महात्मा गांधी को हम बापूजी के नाम से पुकारते हैं। जवाहरलाल नेहरू को हम चाचा जी के नाम से पुकारते हैं। हम नेताजी के नाम से किसको पुकारते हैं? ബാപ്പുജി എന്നാൽ മഹാത്മാഗാന്ധി, ചാച്ചാജിയാണ് ജവഹർലാൽ നെഹ്റു. ആരാണ് നേതാജി? सुभाष चंद्र बोस। हिंदुस्तान का कौमी जानवर बाघ है, हिंदुस्तान का कौमी परिंदा कौन सा है? ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്, എന്നാൽ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? मोर। हिंदुस्तान का कौमी फूल कवल है, हिंदुस्तान का कौमी फल कौन सा है? ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്, എന്നാൽ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? आम। जलियांवाला बाग वाकया किस साल में हुआ? ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വർഷം सन 1919। हिंदुस्तान का मर्दे आहन के नाम से कौन मशहूर है? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? सरदार वल्लभ भाई पटेल। यौम अतफाल किसके यौम पैदाइश पर मनाया जाता है? ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? जवाहरलाल नेहरू। सभी को हमारी पुरखुलूस यौम आज़ादी मुबारक। शुक्रिया।